ട്രിഗണോമെട്രിയുടെ അവസാന ഭാഗമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു വീഡിയോ ഇടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 2 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് വീഡിയോ ഇട്ടത്. ഇന്ന് നമുക്ക് 122ാമത്തെ പേജിലെ ആ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണേ. നമുക്ക് അതിന്റെ ആ റഫ് ഫിഗർ വരയ്ക്കാം. ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? ഒരു വൈദ്യുതി തൂൺ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ കൊണ്ട്, അത് തറയിൽ നേരെ മേലോട്ട് നിൽക്കുകയാണല്ലോ, ഒരു വര കൊണ്ട് മാത്രമേ വരയ്ക്കാവുള്ളൂ. ഈ വൈദ്യുതി തൂൺ ഒരിക്കലും ആകാശത്ത് നിൽക്കില്ലല്ലോ, തറയിലല്ലേ. അപ്പൊ നമുക്ക് തറനിരപ്പും വരയ്ക്കണം. തറനിരപ്പ് വരയ്ക്കുക. ഇനി എന്താ ക്വസ്റ്റ്യൻ അത് പറയുന്നത്? ഈ വൈദ്യുതി തൂണിന്റെ മുകളറ്റത്ത് നിന്നും 2 കമ്പികൾ തറയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു. 2 കമ്പികൾ തറയിലേക്ക് വലിച്ചു കെട്ടാം. 2 അകലത്തിലാണ്, 2 സൈഡിലേക്കും കൂടിയാണ് 2 കമ്പികൾ തറയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു. ഈ കമ്പികളും തറയുമായിട്ടുള്ള കോൺ പറയുന്നുണ്ടല്ലോ, എത്രയാണ്? 55 ഡിഗ്രിയും 45 ഡിഗ്രിയും. ഈ വലിച്ചു കെട്ടിയ കമ്പിയും തറയുമായിട്ടുണ്ടാക്കുന്ന കോണാണ് 55, 40. ഈ 55ലും 40ലും ഏതാണ് 90നോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? 55 അല്ലേ. അപ്പൊ 55 ഡിഗ്രിയാണ് കൂടുതൽ ഈ കുത്തനെ ഉള്ള വരയോട് അടുത്ത് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചോണോ. വലിയ കോൺ എന്ന് വെച്ചാൽ 90നോട് ചേർന്ന് നിൽക്കുന്നത് വലിയ കോണായിരിക്കും. ചെറുതായി വരുംതോറും 90ൽ നിന്ന് അകന്നകന്ന് പോവുമായിരിക്കും. ആ രീതിയിൽ അടയാളപ്പെടുത്തണം. 55 ഡിഗ്രി കോൺ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഇത് 55 ഡിഗ്രി. ഇപ്പുറത്തപ്പോ 40 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഈ കമ്പിയുടെ ചുവടുകൾ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ ഈ അകലം 25 മീറ്ററും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വൈദ്യുതി തൂണിന്റെ ഉയരമാണ്. ഇനി നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഓരോ ജോയിന്റിനും പേര് കൊടുക്കുക. നമുക്ക് പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടിയല്ലോ, 2 മട്ടത്രികോണങ്ങൾ. ഈ 2 മട്ടത്രികോണങ്ങൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ത്രികോണങ്ങളിലും പൊതുവായിട്ട് ഒരു വശം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ റേഷ്യോ എഴുതി കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഈ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വന്നേക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഈക്വൽ ടു, ആ രീതിയിൽ എഴുതണം. ആദ്യം റേഷ്യോ ആണ് എഴുതേണ്ടത്. റേഷ്യോ എഴുതിയതിനു ശേഷം ആ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സൈഡിന്റെ ലെങ്ത് ഈക്വൽ ടു, അത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് വീണ്ടും റേഷ്യോ എഴുതുക. കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സൈഡ് ഈക്വൽ ടു. എപ്പോഴും 2 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. 2 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഒന്നാമത്തെ ട്രയാങ്കിൾ എ ബി സി എടുക്കാം. നമുക്ക് ട്രയാങ്കിൾ എ ബി സി. എ ബി സിയിൽ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി ആണല്ലോ. ഈ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? എ സി ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരിക്കലും ഡിനോമിനേറ്ററിൽ വരരുത്. അപ്പൊ ഡിവൈഡ് ചെയ്യാനൊക്കെ നമുക്ക് പാടായിരിക്കും. അതൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി എന്താണ്? ബി ഡിയുടെ നീളമാണ് 25 മീറ്റർ പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്ത എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ ബി സിയുടെ നീളം നമുക്ക് അറിയാമോ? അറിയില്ല. പക്ഷെ മൊത്തം അറിയാം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ നീളം എക്സ് എന്ന് എടുക്കാം. വെറുതെ ഒരു പേര് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ നീളം എന്തായിരിക്കും? മൊത്തം 25 അല്ലേ. അപ്പൊ സി ഡിയുടെ നീളം 25 മൈനസ് എക്സ് ആയിരിക്കും. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോൺ 55 ഡിഗ്രി അല്ലേ. 55 ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ്. നമുക്ക് അറിയാവുന്നത്, നമ്മൾ പേര് കൊടുത്തിരിക്കുന്നതോ അഡ്ജസന്റ്. ഇനി ആലോചിച്ച് നോക്കിക്കേ, ഏത് റേഷ്യോ ആണ്? ഏത് അംശബന്ധമാ? ടാൻ അല്ലേ. അപ്പൊ അത് എഴുതുക. ടാൻ എത്രയാണ്? 55. ടാൻ 55 ഈക്വൽ ടു 55ന്റെ ഏത്? 55ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എ സി. എ സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ബി സി. ബി സിക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, എക്സ്.
ഇനി ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മൾ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത്, രണ്ട് ട്രയാങ്കിൾ ഉണ്ടെങ്കിലാണ് അടുത്ത് ചെയ്യേണ്ടത് രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സൈഡ് ഈക്വൽ ടു ആ രൂപത്തിൽ എഴുതണം. ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സൈഡ് എ സി ആണല്ലോ. നമുക്ക് ഇത് എഴുതേണ്ടത് എ സി ഈക്വൽ ടു, അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ സി ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 55. എ സി ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 55ന്റെ വാല്യൂ എത്രയാ? 1.4281. അത് ഞാൻ 1.43 എന്ന് എഴുതട്ടെ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ട് കോമൺ ആയിട്ടുള്ള സൈഡ് ഈക്വൽ ടു നമ്മൾ എഴുതിയല്ലോ. എഴുതിയതിനു ശേഷം അത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്താണ്? എ സി ഡി. ട്രയാങ്കിൾ എ സി ഡി കൺസിഡർ ചെയ്താല് അതിനകത്ത് നമുക്ക് അറിയാവുന്ന ആംഗിൾ 40 ആണ്. 40യുടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ സി അല്ലേ? അതെന്താ? 40യുടെ ഓപ്പോസിറ്റ്. ഇത് അറിയാവുന്നതോ എന്ന് വെച്ചാൽ നമ്മൾ പേര് കൊടുത്തത് എന്താണ്? സി ഡി. അത് അഡ്ജസന്റ്. ഏതാണ്? ടാൻ അല്ലേ? അപ്പൊ ടാൻ 40. ടാൻ 40 ഈക്വൽ ടു 40യുടെ എതിർവശം എ സി ബൈ 40യുടെ സമീപത്ത് 25 മൈനസ് എക്സ്. ഇനി നോക്കിക്കേ, നേരത്തെ ചെയ്തതുപോലെ കോമൺ ആയിട്ട് വന്നേക്കുന്നത് എ സി അല്ലേ? ആ എ സി ഈക്വൽ ടു 25 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 40യുടെ വില എത്രയാണ്? 0.8391. അത് ഞാൻ 0.84 എന്ന് എഴുതുകയാണെ. ഇൻറ്റു 0.84. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നോക്കിക്കേ, ഒന്നാമത്തത് എ സിയുടെ വാല്യൂ ആണ്. രണ്ടാമത്തതോ അതും എ സിയുടെ വാല്യൂ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇതിന്റെ റൈറ്റ് സൈഡ് രണ്ടും എ സിയുടെ വാല്യൂ തന്നെയല്ലേ? അപ്പൊ ഈ രണ്ട് വാല്യൂവും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എക്സ് ഇൻറ്റു 1.43. എക്സ് ഇൻറ്റു 1.43 ഈക്വൽ ടു രണ്ടാമത്തെ റൈറ്റ് സൈഡ് എന്താണ്? 25 മൈനസ് എക്സ് ഇൻറ്റു 0.84. നോക്കിക്കേ, ബ്രാക്കറ്റിന് വെളിയിലുള്ളത് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.43x ഈക്വൽ ടു 25 ഇൻറ്റു 0.84 മൈനസ് എക്സ് ഇൻറ്റു 0.84. അത് 0.84x എന്ന് എഴുതിയാൽ മതിയല്ലോ. 0.84x. നോക്കിക്കേ, ഇവിടെ 1.43x, ഇവിടെ മൈനസ് 0.84x. ആ മൈനസ് 0.84x കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡില്. അപ്പൊ എന്ത് കിട്ടും? 1.43x പ്ലസ് 0.84x ഈക്വൽ ടു 25 0.84 എന്ന് പറയുന്നത് എന്താണ്? 21. ഇവിടുന്ന് എക്സ് കോമൺ എടുക്കാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഇവിടുന്ന് എക്സ് നമ്മൾ കോമൺ എടുത്താൽ ഇവിടെ ബാക്കി 1.43 പ്ലസ് ഇവിടെയോ 0.84. 0.84 ഈക്വൽ ടു 21. എക്സ് ഈക്വൽ ടു ഇതിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോകാമല്ലോ. 21 ബൈ 1.43 പ്ലസ് 0.84 എത്രയാണ്? 2.27. ഇനി നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ രണ്ട് ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചില്ലേ? 1 and 2 നമ്പർ കൊടുത്ത്. അതിനകത്ത് ചെറിയ ഇക്വേഷൻ ഏതാ നോക്കൂ. ഒന്നാമത്തെ ഇക്വേഷൻ എ സി ഈക്വൽ ടു എക്സ് ഇൻറ്റു 1.43. അതിനകത്ത് എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ആ വാല്യൂ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് എ സി കിട്ടുമല്ലോ. എ സി എന്ന് പറയുന്നത് വൈദ്യുതി തൂണിന്റെ ഉയരമാണ്. അപ്പൊ നമുക്ക് വൈദ്യുതി തൂണിന്റെ ഉയരം കിട്ടും. എ സി ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സിന് പകരം 21 ബൈ 2.27 ഇൻറ്റു 1.43 ഈക്വൽ ടു. ഇത് നിങ്ങൾ ചെയ്ത് ആൻസർ എഴുതിക്കോണേ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണേ. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ നേരെ മുകളിലോട്ടല്ലേ പണിയുന്നത്.
അപ്പം ഒരു കെട്ടിടം, പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം. കെട്ടിടം എപ്പോഴും തറനിരപ്പിലാണല്ലോ, അപ്പൊ തറയും വരയ്ക്കുക. എപ്പോഴും ശ്രദ്ധിച്ചോണം, വരകള്, നേർവരകൾ മാത്രമേ വരയ്ക്കാവുള്ളൂ. പണിതുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരു കുട്ടി. ഈ കുട്ടിയുടെ ഉയരം പറയുന്നുണ്ട് 1.5 മീറ്റർ. അപ്പൊ ചെറിയൊരു വര ഉപയോഗിച്ച് നമ്മൾ ആ കുട്ടിയെ വരയ്ക്കണം. ചെറിയൊരു വര മാത്രമേ ആകാവുള്ളൂ. ഇത് 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഒരു കുട്ടി, ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ആ കുട്ടിയെ കൊണ്ട് നേരെ നോക്കിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നേരെ ഉള്ള വരയാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ കുട്ടിയെ കൊണ്ട് നേരെ കെട്ടിടത്തിലേക്ക് നോക്കിക്കാം. നേരെ കെട്ടിടത്തിലേക്ക് നോക്കുന്നു. ഇത് ഒരിക്കലും മറന്നു പോകരുത്. നേരെ കുട്ടിയെ കൊണ്ട് നോക്കി. ഇനി എന്താണ് പുസ്തകത്തിൽ പറയുന്നത്? എങ്ങോട്ട് നോക്കിയെന്ന? കെട്ടിടത്തിന്റെ മുകളിലേക്ക്. അപ്പൊ ഇവിടെ നിന്ന് രണ്ടാമത് കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കി. ഇനി എങ്ങനെയാണ്? കോൺ അടയാളപ്പെടുത്തണമല്ലോ. ആദ്യം നേരെയുള്ള നോട്ടത്തില് തൊടുക, എന്നിട്ട് പിന്നീടുള്ള നോട്ടത്തിലേക്ക് വരയ്ക്കുക. അപ്പൊ ഒരു ആംഗിൾ മാർക്ക് ചെയ്ത് വരുമല്ലോ. അത് മുകളിലോട്ടുള്ള നോട്ടമായതുകൊണ്ട് അത് മേൽക്കോണാണ്. അതാണ് നമ്മുടെ വന്നിരിക്കുന്നത്. അത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇനി അടുത്തത് പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കുറച്ചുകൂടി പണിത് തീർത്തു. കുറച്ചുകൂടി എന്ന് പറഞ്ഞാല് 10 മീറ്റർ കൂടി. അപ്പൊ ഇവിടെ നിന്നും 10 മീറ്റർ കൂടി മുകളിലേക്ക് പണിതു. അപ്പൊ ഈ നീളമാണ് 10. ഇവിടത്തെ നീളം നമുക്ക് അറിയില്ല. മുകളിൽ വീണ്ടും 10 മീറ്റർ കൂടി പണിതു. ഇനി ആ കുട്ടി അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് പണി തീർത്ത കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കി. അപ്പൊ ആദ്യം നേരെയുള്ള നോട്ടം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നോക്കി. ഇനി നമുക്ക് കോൺ മാർക്ക് ചെയ്യണമല്ലോ. കോൺ മാർക്ക് ചെയ്യുന്ന ആലോചിച്ചോണം. ആദ്യം നേരെയുള്ള നോട്ടത്തിൽ പേന വെച്ച് തൊടുക. ഇത്തിരി നീക്കി ഞാൻ തൊടുകയാണേ. ഇവിടെ ഒന്ന് തൊട്ടു, നേരെയുള്ള നോട്ടത്തിൽ തൊട്ടു. ഇനി എങ്ങനെയാണ്? പിന്നീട് നോക്കുന്ന നോട്ടത്തിലേക്ക് വരയ്ക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് അടുത്ത നോട്ടത്തിലേക്ക് വരച്ചു. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ മൊത്തം കോണാണ്. അത് എത്ര ഡിഗ്രിയാണ് പറയുന്നത്? 60 ഡിഗ്രി. ഈ മൊത്തത്തിലാണ് 60 ഡിഗ്രി. അത് ശ്രദ്ധിച്ചോണേ. ഈ ചെറിയ കോണാണ് 30 ഡിഗ്രി. ഈ മൊത്തം കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രിയാണ്. കെട്ടിടത്തിന്റെ ഉയരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാലുടൻ ഓരോ ജോയിന്റിനും പേര് കൊടുക്കുക. നമുക്ക് പേര് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്. ഓരോ ജോയിന്റിനും അങ്ങ് പേര് കൊടുത്തേക്കുക. ഇനി നോക്കിക്കേ, ഇവിടെ എത്ര റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്? എത്ര മട്ടത്രികോണങ്ങളുണ്ട്? 2 മട്ടത്രികോണങ്ങളുണ്ടല്ലോ. 2 മട്ടത്രികോണങ്ങളുണ്ടെങ്കിൽ 2 എണ്ണവും കൺസിഡർ ചെയ്യണം. 2 റേഷ്യോ എഴുതണം. അതൊക്കെ ഓർമ്മ വേണം. ഇനി നോക്കിക്കേ, ഈ കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ അല്ലേ? അതുകൊണ്ട് ഈ ഭാഗത്തൊരു റെക്ടാങ്കിൾ ആണല്ലോ. ഇതിന്റെ എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ? ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമല്ലേ? അപ്പൊ ഈ 1.5 എന്ന് പറയുന്നത് ഇവിടെയും അത് തന്നെയാണല്ലോ, 1.5 മീറ്റർ. കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്? തറനിരപ്പിൽ നിന്നും ഏറ്റവും മുകളറ്റം വരെ ഉണ്ട്. AD എന്നുള്ളതാണ് കെട്ടിടത്തിന്റെ ഉയരം. AD ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു കഷ്ണം നമുക്കറിയാം, പിന്നെയോ താഴത്തെ CD എന്ന് പറയുന്ന കഷ്ണവും നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ BC എന്ന് പറയുന്നത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് കിട്ടിയാല് എല്ലാം കൂടെ കൂട്ടി എഴുതാം. അപ്പോ നമുക്ക് ADയുടെ നീളം കിട്ടും. എന്ന് വെച്ചാൽ കെട്ടിടത്തിന്റെ ഉയരം കിട്ടും. അതിന് ഈ 2 മട്ടത്രികോണങ്ങളും പരിഗണിക്കുക. നോക്കിക്കേ, ഒന്നാമത്തെ മട്ടത്രികോണം ഏതാ? ഏതെടുത്താലും മതി. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ BCF. ട്രയാങ്കിൾ BCF കൺസിഡർ ചെയ്താൽ അതിനകത്ത് നമുക്ക് അറിയാവുന്ന ആംഗിൾ ഏതാ? നോക്കിക്കേ, ഇവിടെ BCFനകത്ത് 30 ഡിഗ്രിയാണ് നമുക്ക് അറിയാവുന്നത്.
30 ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഭാഗം ബി സി. ബി സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്. ഇനി രണ്ട് ട്രയാങ്കിളിലും സി എഫ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സി എഫ് കൂടി എടുക്കാം. അപ്പൊ അംശബന്ധം ഏതാണ്? ടാൻ. ടാൻ ആംഗിൾ ഏതാണ്? 30 ഈക്വൽ ടു 30യുടെ ഓപ്പോസിറ്റ് ബി സി ബൈ 30യുടെ അഡ്ജസന്റ് ഏതാണ്? സി എഫ്. ടാൻ 30യുടെ വാല്യൂ എത്രയാ? 1/√3 അല്ലേ? 1/√3 ഈക്വൽ ടു ബി സി ബൈ സി എഫ്. ഇനി ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണോ ആ സൈഡ് ഈക്വൽ ടു ആ രീതിയിൽ അവസാനം എഴുതണം. അപ്പൊ നമുക്കിവിടെ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? സി എഫ് അല്ലേ? ഇപ്പൊ സി എഫ് ഈക്വൽ ടു ആ രീതിയിലാണ് അടുത്തത് എഴുതേണ്ടത്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സി എഫ് ഈക്വൽ ടു ബി സി ഇൻറ്റു √3. ബി സി ഇൻറ്റു √3. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കിക്കേ. എ സി എഫ്. ട്രയാങ്കിൾ എ സി എഫ്. ട്രയാങ്കിൾ എ സി എഫിനകത്ത് നമുക്ക് അറിയാവുന്ന ആംഗിൾ ഏതാണ്? 60 ഡിഗ്രി അല്ലേ? 60യിൽ നിന്ന് നോക്കുമ്പോൾ എ സി എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സൈഡോ? സി എഫ്. റേഷ്യോ ഏതാണ്? ടാൻ. ടാൻ ആംഗിള് 60. ടാൻ 60 ഈക്വൽ ടു 60യുടെ ഓപ്പോസിറ്റ് എ സി. എ സി ബൈ അഡ്ജസന്റോ? സി എഫ്. ടാൻ 60യുടെ വാല്യൂ എത്രയാ? √3 ആണല്ലോ. √3 ഈക്വൽ ടു എ സി നോക്കിക്കേ. എ സി എന്ന് പറയുന്നത് ബി സി പ്ലസ് എ ബി അല്ലേ? ബി സി പ്ലസ് 10. അപ്പം എ സിക്ക് പകരം ബി സി പ്ലസ് 10 എന്ന് എഴുതാം ബൈ സി എഫ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സൈഡ് നോക്കുക. ഏതാണ്? സി എഫ്. അപ്പൊ സി എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. സി എഫ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും. ബി സി പ്ലസ് 10 ബൈ √3. അത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും സി എഫിന്റെ വാല്യൂ തന്നെ അല്ലേ? അപ്പൊ അതിന്റെ റൈറ്റ് സൈഡ് എടുക്കാം. നോക്കൂ. ബി സി ഇൻറ്റു √3 ഈക്വൽ ടു രണ്ടാമത്തെ നീന്നോ ബി സി പ്ലസ് 10 ബൈ √3. രണ്ടും സി എഫിന്റെ വാല്യൂ ആണ്. രണ്ടും ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ √3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബി സി ഇൻറ്റു √3 ഇൻറ്റു √3. ഈ √3 കൂടി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു ബി സി പ്ലസ് 10. √3 ഇൻറ്റു √3 എന്താണ്? 3 അല്ലേ? അപ്പൊ 3 ബി സി ഈക്വൽ ടു ബി സി പ്ലസ് 10. ഈ ബി സി കൂടി പുറത്തു കൊണ്ടുവരാം. 3bc മൈനസ് ബി സി ഈക്വൽ ടു 10. 3bc മൈനസ് ബി സി എത്രയാണ്? 2bc. 2bc ഈക്വൽ ടു 10. അതിൽ നിന്നും ബി സി ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5 മീറ്റർ എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ഡി ആണ്. എ ഡി ഈക്വൽ ടു ഏതൊക്കെ ചേരുന്നതാണ് എ ഡി? 10 പ്ലസ് അതിന്റെ കൂടെ ബി സി. ബി സി നമുക്ക് ഇവിടെ കിട്ടി 5 പ്ലസ് അതിന്റെ കൂടെ താഴെ സി ഡി 1.5 ഈക്വൽ ടു 16.5 മീറ്റർ.